അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളിന്ന് ഖത്താറെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടാണ്, ഞാനും എന്റെ ദോസ്ത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഉള്ളത് ഖത്തർ നാഷണൽ മ്യൂസിയത്തിലാണ്. ഇവിടെ നിന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. കുറെ ആൾക്കാർ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ കാണാനും എന്താണ് ഉള്ളിലുള്ള പരിപാടി നോക്കാനും വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊണ്ടുവന്നതാണ്. ആ ഷിപ്പ് മെനിയാന്ന് പോയിക്കണം, നാട് വിട്ടിരിക്കണം. അപ്പൊ അത് കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അത് പോയി നോക്കാം. ബൈ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടൊരു സാധനം, അമേരിക്കൻ്റെ താടോ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലത്തെ ഒരു സാധനം കണ്ടോ. പാകിസ്ഥാനെ കണ്ടിട്ടുണ്ട്. തോന്നുന്നത് ഇത് പാകിസ്ഥാനിലെ എന്തൊരു ഹിസ്റ്ററി പറയുന്ന ഒരു ആർട്ട് എക്സിബിഷൻ ആണ്. ആൻഡ് വെഹിക്കിളൊക്കെ അവരുടെ ഒരു കൾച്ചറിനെ വെച്ചുള്ള എന്തൊരു സംഭവമാണ്. പഴയ കാലത്തുള്ള അവരുടെ 1940s അവരുടെ വെഹിക്കിൾ സംഭവമാണ്. ആൻഡ് ഓക്കെ ബാക്ക് സൈഡ് വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതാണ് പരിപാടി. അപ്പോൾ വെൽക്കം. അപ്പോൾ വെൽക്കം ടു ഖത്തർ നാഷണൽ മ്യൂസിയം. ആണ് ഖത്തർ നാഷണൽ മ്യൂസിയം. ആ പൂച്ചനെ പോയി കൊഞ്ചിക്കാൻ പറ്റുമോ? ഗൈസ്, ഞങ്ങൾ പൂച്ചയുടെ അടുത്ത് പോവുകയാണ് ഗൈസ്. ഗൈസ്, ഇന്ന് ഫുള്ള് മൂഞ്ചിലാണ് ഗൈസ്. ഇവിടെ പ്ലാൻ കറക്റ്റ് ചൊവ്വാഴ്ച വന്ന് ചൊവ്വാഴ്ച ക്ലോസ്. അമ്മുഖം നോക്കിയേ. ഷിപ്പ് കാണാൻ പോയി, ഷിപ്പ് പോയി. എക്സിബിഷൻ കാണാൻ വന്ന എക്സിബിഷൻ. കാണാൻ പോയ ആളിതാ മൂഞ്ചിട്ട് ഈശ്വര ഇത് ഞാനിങ്ങനെ സഹിക്കും. അതും 25 റിയാല ടാക്സി കൊടുത്തത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഖത്താറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഖത്താർ. അവിടെ ഒന്നുമില്ല,
എന്നാലും വെറുതെ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചരിത്രമുറങ്ങുന്ന ഖത്തറിന്റെ കൾച്ചറെല്ലാം വിളിച്ചോതുന്ന ഖത്താറയിലാണ്. അപ്പോൾ ഖത്താറയിൽ ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. നമ്മൾ പോയ 2 സ്ഥലം നമുക്ക് പോയെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇതാണ് ഖത്താറയുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. എനിക്ക് കാണാം ലൈറ്റുകളൊക്കെ കൊണ്ട് വളരെയധികം അലങ്കൃതമാക്കി വെച്ചിരിക്കുന്ന ഭയങ്കര ഒരു കൾച്ചറൽ സെന്ററിന്റെ ഒരു എൻട്രൻസ് ഇതുപോലെ ആവണം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഇവരൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്താണ് വെള്ളങ്ങളുടെ കളകള ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഡാൻസ് കാണണമെങ്കിൽ നിങ്ങൾ ഖത്തറിൽ തന്നെ വരണം. നോക്കൂ എന്ത് മനോഹരമായ സോഡ ഉപ്പ് പഴയ കാലത്ത് സോഡ ഉപ്പ് വന്നു ഗ്ലാസ് ആപ്പൊക്കെ വരുന്നു. പോർക്കുണ്ട്, പോർക്ക് യൂസ് പോർക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇത് മറ്റേ കടയില്ലേ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കട ഉപയോഗിച്ചു സാധനങ്ങളൊന്നും. ഹായ് ഗൈസ്, ഞങ്ങൾ വീണ്ടും മൂഞ്ചി ഗൈസ്. ഇവന്റെ മൂഞ്ചി നോക്കിയമ്മ ഗൈസ്. മൂന്നാമത്തെ സ്ഥലത്ത് ഖത്താറയിലെത്തി. ഖത്താറയിൽ ഒന്നുമില്ല, കാലി. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മൂഞ്ചിയതായിട്ട് അറിയിക്കുകയാണ്. തീരുമാനമായി ഗൈസ്. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് നേരെ റൂമിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് വേണം നൈറ്റ്. ഇനി നെക്സ്റ്റ് വരവ് ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. 6 മണിയായി. ഇനി പ്ലാൻ പണി വരണം. പ്ലാൻ പണിതാ. അപ്പോൾ ഇന്നത്തേക്ക് സൈൻ ഓഫ്.